തുർക്കിയിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ് സവ്ദേദ് കുദ്രത്ത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു കഥയുണ്ട്. ആ കഥയുടെ പേര് ദ ഫീസ്റ്റ് ഓഫ് ദ ഡെഡ് എന്നുള്ളതാണ്. മരണസദ്യ എന്ന് അതിനെ മലയാളത്തിൽ വായിക്കാം. തുർക്കിയിലെ രീതി അനുസരിച്ച് ഒരു വീട്ടിൽ മരണം നടന്നാൽ ആ വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് 3 ദിവസം തുടർച്ചയായി ഭക്ഷണം കൊണ്ടു ആ വീട്ടുകാർക്കുള്ള ഭക്ഷണം തൊട്ടപ്പുറത്തുള്ള അയൽവാസി പാചകം ചെയ്യുകയും അത് തൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടുകളിൽ നൽകുകയും ചെയ്യുക എന്നത് അവിടുത്തെ ഒരു രീതിയാണ്. ആ കഥയിൽ, നമ്മളീ പറയുന്ന കഥയിൽ, ഒരു വീട്ടിൽ ഒരു അച്ഛൻ മരണപ്പെടുന്നു. ആ മരണപ്പെട്ട വീട്ടിലേക്ക് തൊട്ടപ്പുറത്തുള്ള വലിയ വീട്ടിൽ നിന്ന്, മണിമാളികയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു. 1, 2, 3 ദിവസങ്ങൾ പിന്നിടുന്നു. 3-ാമത്തെ ദിവസം രാത്രി, അന്ന് അതോടുകൂടി ഭക്ഷണം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലുള്ള ചെറിയ കുട്ടി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, നമ്മുടെ ജ്യേഷ്ഠൻ ഇന്ന് മരണപ്പെട്ടാൽ നല്ലതാണല്ലേ എന്ന് ചോദിക്കും. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട വലിയൊരു വേദനയിലിരിക്കുന്ന അമ്മയോട് ആ കുട്ടി ജ്യേഷ്ഠനും മരിച്ചാൽ സന്തോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ആ കുട്ടിയോട് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. എന്നിട്ട് അവനോട് അതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, ഇനിയുള്ള തൊട്ടടുത്തുള്ള 3 ദിവസങ്ങൾ കൂടി നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുമല്ലോ അമ്മേ എന്ന നമ്മയൊക്കെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ആ കുട്ടി അമ്മയോട് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് നമുക്ക് വിശപ്പ് എന്താണെന്നോ, അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നോ പറയാൻ പോലും ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവമില്ലാത്ത ആളുകളാണ് നമ്മൾ പലയിടങ്ങളിലൂടെ, പത്രത്തിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് അനേകായിരം കുഞ്ഞു കുട്ടികളടക്കമുള്ള ആളുകൾ ഇന്ന് പട്ടിണിയിലാണ്. അവർക്ക് ഒരു നേരത്തെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം കിട്ടാൻ വകയില്ലാതെ അവർ വിശപ്പിൻ്റെ കാഠിന്യത്തിൽ കഴിയുമ്പോഴും നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, നമ്മുടേതായ എല്ലാവിധ സൗകര്യങ്ങളുടെയും ലോകത്താണ് നമ്മളുള്ളത്. നമ്മളൊക്കെ കടന്നു പോകുന്നത് എത്ര സുഖത്തിൻ്റെ, അല്ലെങ്കിൽ എത്ര മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾക്ക് ഇത്രയേറെ സൗഭാഗ്യങ്ങളും ഇത്രയേറെ സൗകര്യങ്ങളും തന്ന സൃഷ്ടാവിനോട് നന്ദി പറയുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ആളുകളോട്, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യാതിർത്തികൾക്കപ്പുറത്ത് വസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടി നമുക്ക് ഐക്യദാർഢ്യം ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഒരു പച്ച മനുഷ്യനായി മാറുന്നത്.